ഹായ് ഹലോ. നമ്മൾ പല സിനിമകളിലായിട്ട് പല രീതിയിലുള്ള ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ സിനിമയിൽ ഉടനീളം ഏകദേശം ഒരു 90% മുകളിൽ ക്ലോസപ്പ് ഷോട്ടുകൾ വരണം എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ സംവിധായകന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് അതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളോടുള്ള വിശ്വാസവും കോൺഫിഡൻസും ആണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഊർവശിയും പാർവതി തിരുവോതും പ്രധാന താരങ്ങളായിട്ട് വന്നിട്ട് സിനിമ. ക്രിസ്റ്റോ ടോമിയാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെയാണ് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുസിൻ ശ്യാം. ക്യാമറ ചെയ്തിരിക്കുന്നത് ഷെഹനാദ് ജലീൽ. അതുപോലെ തന്നെ എഡിറ്റർ കിരൺദാസ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് സിനിമ നല്ലതാവുമോ അല്ലെങ്കിൽ മോശമാവുമോ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഗംഭീരമായ പെർഫോമൻസുകൾ കാണാൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതിഭയും പ്രതിഭാസവും, ഊർവശി എന്ന പ്രതിഭാസവും അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് എന്ന പ്രതിഭയും ചേരുമ്പോൾ ഗംഭീരമായ പെർഫോമൻസ് ആണ്. സിനിമയും അതുപോലെ തന്നെ എന്നിലെ ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. ഭയങ്കര ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സിനിമയാണ്. എന്താ പറയാ, പലപ്പോഴായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കുറെ കഥാപാത്രങ്ങളും അവരുടെ ഉള്ളിലുള്ള നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിന്റെ പെർഫോമൻസ് ആണ്. രണ്ടാമത് സ്ക്രിപ്റ്റ് ആണ്. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനസ്സുകൾക്കുള്ളിലുള്ള ഒരു ഒഴുക്ക്, ഒരു വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒഴുക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകളിലും എന്താ പറയാ, നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവും. ആ തിന്മ വരുന്നത് ചിലപ്പോ പലപ്പോഴായിട്ടും സ്വാർത്ഥതയുടെ പേരിലായിരിക്കും. ഒരാളോടുള്ള ഒരു പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കൂടുതലോ കൊണ്ടുള്ള സ്വാർത്ഥത മൂലം മറ്റ് ചില ആളുകൾക്ക് ദോഷമായി മാറാവുന്ന അല്ലെങ്കിൽ അവരോടുള്ള തെറ്റ് ആയിട്ട് മാറാവുന്ന പല കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ഇമോഷനുകളുടെ വൈകാരികമായിട്ടുള്ള പല ചേരുവകളും അത്തരത്തിലുള്ള ഒരു ഉള്ളൊഴുക്കിനെയാണ് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിന് മുകളിലായിട്ട് ഒരു പക്ഷേ ചില ഏരിയകളിലൊക്കെ പാർവതി തിരുവോത്തും അതുപോലെ തന്നെ ഊർവശിയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. സിനിമ ഒരു സിംഗിൾ സ്പേസിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയൊരു കഥ, ഒരു വീട്, കൂടുതലും ഒരു വീടിന്റെ ഉള്ളിൽ അകത്തളത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. 90% ഞാൻ അതുകൊണ്ട് തന്നെയാണ് 90% ക്ലോസപ്പ് ഷോട്ടുകൾ എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പുറമേയുള്ള ഷോട്ടുകളിലൊക്കെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന രീതിയിൽ ഒരു വെള്ളം വന്നു നിറഞ്ഞ, മഴ കൊണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന വീടും പരിസരവും ഒക്കെ കാണിക്കുന്നതും അതുപോലെ തന്നെ പുഴയുടെ ഒക്കെ മനോഹാരിത കാണിക്കുന്ന കുറെ വൈഡ് ഷോട്ടുകളുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവസാനം കാണിക്കുന്ന പുഴയുടെ ഷോട്ടുകൾ, അത് കുറച്ച് VFX കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമറ ചെയ്തിരിക്കുന്നത് ഷെഹനാദ് ജലീൽ. അദ്ദേഹം ഈ പറയുന്ന ആ സിനിമയുടെ താളത്തിനനുസരിച്ചുള്ള ഒരു ക്യാമറയും അതുപോലെ കിരൺദാസിന്റെ എഡിറ്റിംഗും ആണ്. അതും നമ്മൾ ഒരുപാട് എന്താ പറയുക, ടെക്നിക്കൽ വശത്തിന് ഒരുപാട് ഇങ്ങനെ ഗിമ്മിക്കുകളൊന്നും കാണിക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല. ഒരു 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 ചെറിയൊരു താളത്തിൽ പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരാളെ പറയാനുള്ളത് നമ്മുടെ സുഷിൻ ശ്യാമാണ്. അദ്ദേഹം ലൗഡായിട്ടുള്ള കുറെ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന, അത്തരത്തിലുള്ള സിനിമകൾ മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു ഭയങ്കര കീപ്പ് ആൻഡ് കാം ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇപ്പോ പലപ്പോഴും പ്രകൃതിയിലെ തന്നെ ഒറിജിനൽ സൗണ്ട്സ്, ഇപ്പൊ കാക്ക കരയുന്നതും അതുപോലെ തന്നെ മഴയുടെ ശബ്ദം, അതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ ഈ സിനിമയിൽ നിശബ്ദതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ നിശബ്ദ സമയത്തൊക്കെ കാക്ക കരയുന്നതും അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സുഷിൻ ശ്യാം ഇതുവരെയും ചെയ്തതിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ സുഷിൻ ശ്യാമിൻ്റെത് എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ തുടക്കം പറഞ്ഞ പോലെ പാർവതി തിരുവോത്തും നമ്മുടെ ഊർവശിയും ഞെട്ടിച്ചു കളഞ്ഞ പെർഫോമൻസ് ആണ്. അതിനപ്പുറത്തേക്ക് അർജുൻ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അലൻസിയർ, പിന്നെ നമ്മുടെ പാർവതിയുടെ അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടി, അവരുടെ പേര് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് താരങ്ങൾ, വളരെ ചുരുക്കം ചില താരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വലിയ താരനിരയുള്ള ഒരു സിനിമയൊന്നും അല്ല. പക്ഷെ ഗംഭീരമായിട്ട് എല്ലാവരും തന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു സിനിമ, ഭയങ്കര ഒരു പൊളിറ്റിക്സ് കൂടി പറയുന്ന, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പൊളിറ്റിക്സ് കൂടി പറയുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഈ പറയുന്ന ദുരഭിമാനം കൊണ്ട് നമ്മുടെ മറ്റു മതത്തിലുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരുന്ന
വീട്ടുകാരും ഇപ്പോ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ മകളെയോ അല്ലെങ്കിൽ മകനെയോ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും പിന്നെ അവിടെ അവര് അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളും കുറെ മറച്ചു സ്നേഹത്താൽ കുറെ എന്താ പറയാ സ്വാർത്ഥ മനോഭാവമുള്ള കുറെ ആളുകൾ മറ്റൊരിടത്ത് അങ്ങനെ ഒരുപാട് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കൂടിച്ചേർന്ന ഒരു സ്ക്രിപ്റ്റ്. അപ്പോ ആ സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് ഒരു പെർഫോമൻസ് വേണം, അതിനനുസരിച്ചുള്ള കാസ്റ്റ്, അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് അങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷനും ചില ഏരിയകളിലൊക്കെ ഒന്ന് ട്രോമാറ്റിക് ഒക്കെ ആവുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഡിയൻസ് സിനിമയ്ക്ക് കയറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന പെർഫോമൻസ് വെച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്മാർക്കൊക്കെ അവാർഡ് കിട്ടുവാനുള്ള ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മികച്ച നടിമാരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ ഉർവശിയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തും എന്തായാലും ഈ സിനിമയിൽ നിന്ന് ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് സിനിമയിൽ. വലിയൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ തന്നെ ഒരുപാട് പൊളിറ്റിക്സ് കൂടി സംസാരിക്കുന്ന, അത് ഒരുപാട് പൊളിറ്റിക്സ് ഒളിഞ്ഞടക്കുന്ന, അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരുപാട് പൊളിറ്റിക്സ് ഒളിഞ്ഞടക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ ദുരഭിമാനം കൊണ്ടുള്ള ഒരു ഇത് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരേ മതത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരും താഴ്ന്നു നിൽക്കുന്നവരുമായിട്ടുള്ള വ്യത്യാസം, പിന്നെ അതിൽ നിന്ന് വരുന്ന ഒരു കല്യാണം, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതിന് ഇടയ്ക്ക് വരുന്ന പുരുഷാധിപത്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിൽ അർജുൻ രാധാകൃഷ്ണന്റെ ക്യാരക്ടർ അത്തരത്തിലുള്ള ഒരു ഡയലോഗൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനത് പറഞ്ഞ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നുറുങ്ങ് പൊളിറ്റിക്സ് കൂടിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പൊളിറ്റിക്സ് കൂടി പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. അപ്പോ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.